പ്രിയമുള്ളവരെ, വചനജ്വാല 1458 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ജ്ഞാനം 17-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ഇരുളും വെളിച്ചവും. അങ്ങയുടെ വിധികൾ മഹത്തമവും അവർണ്ണനീയവുമാണ്. അതിനാൽ ശിക്ഷണം ലഭിക്കാത്തവർ വഴിതെറ്റിപ്പോകുന്നു. വിശുദ്ധ ജനം തങ്ങളുടെ പിടിയിൽ അമർന്നെന്ന് കരുതിയ ധിക്കാരികൾ അന്ധകാരത്തിന് അടിമകളും നീണ്ട രാത്രിയുടെ തടവുകാരുമാണ്. നിത്യ പരിപാലനയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് അവർ അവയുടെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു. വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യ പാപങ്ങൾ കണ്ട് ഇരിക്കുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭയചകിതരായി ചിതറിപ്പോയി. ദുർഭൂതങ്ങൾ അവരെ ഭയാക്രാന്തരാക്കി. ഉള്ളറകളിലായിരുന്നിട്ടും അയർ ഭയമുക്തരായിരുന്നില്ല. അവർക്ക് ചുറ്റും ഭീകര ശബ്ദം മുഴങ്ങി. ഇരുണ്ട ഉഗ്രസത്വങ്ങൾ അവരെ വേട്ടയാടി. അഗ്നിക്ക് പ്രകാശം പകരാൻ സാധിച്ചില്ല. നക്ഷത്രങ്ങളുടെ ദീപ്തരശ്മികൾ ആ വെറുക്കപ്പെട്ട രാത്രിയെ പ്രകാശിപ്പിച്ചില്ല. സ്വയം ജ്വലിച്ചതും ഭീകരവുമായ ഒരു അഗ്നി എന്നിയെ മറ്റൊന്നും അവരുടെ മേൽ പ്രകാശിച്ചില്ല. തങ്ങൾ കാണുന്ന വസ്തുക്കൾ അദൃശ്യ വസ്തുക്കളെക്കാൾ ഭീകരമാണെന്ന് അവർക്ക് തോന്നി. അവരുടെ മാന്ത്രിക കലയുടെ വാമോഹം തറപറ്റി. അവർ അഭിമാനം കൊണ്ട ആ വിദ്യ പരിഹാസ്യമായി. രോഗബാധിതമായ മനസ്സിന്റെ ഭയവും വിഭ്രാന്തിയും മാറ്റാമെന്നേറ്റവർ തന്നെ പരിഹാസ്യമായ ഭയത്തിന് അടിമപ്പെട്ടു. ഭയപ്പെടാൻ ഒന്നുമില്ലാതിരുന്നിട്ടും അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ ശീൽക്കാരം കേൾക്കുമ്പോഴും പേടിച്ച് വിറച്ചു. അവർ ഭയം കൊണ്ട് വിറച്ചു നശിച്ചു. ഒരിടത്തു നിന്നും ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണ് തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല. തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്. അത് തന്നെ ശിക്ഷിക്കുന്നു. മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബിംബങ്ങളെ പർവ്വതീകരിക്കുന്നു. ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു. സഹായം ലഭിക്കുമെന്നുള്ള ആന്തരികമായ പ്രതീക്ഷ എത്ര ദുർബലമാണോ അത്രത്തോളം പീഡനത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞതയെ ഭയം ഇഷ്ടപ്പെടുന്നു. അശക്തമായ പാതാളത്തിൽ നിന്ന് എത്തിയ അശക്തമായ രാത്രി തങ്ങളെ ചൂഴ്ന്നപ്പോൾ അവൾ ഒരേ ഉറക്കത്തിൽ മുഴുകി. ചിലപ്പോൾ ഭീകരഭൂതങ്ങളെ കണ്ട് അവർ ഭയചകിതരായി. മറ്റു ചിലപ്പോൾ മനം തകർന്ന് മരവിച്ചു. കാരണം അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഭയം അവരെ ഗ്രസിച്ചു. അവിടെയുണ്ടായിരുന്നവരെല്ലാവരും ലോഹനിർമ്മിതമല്ലാത്ത ഈ തടവറയിൽ അടയ്ക്കപ്പെട്ടു. കർഷകനോ ഇടയനോ ഏകാഗിയായ തൊഴിലാളിയോ ആകട്ടെ, അവർ പിടിക്കപ്പെടുകയും അനിവാര്യമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ഏവരും ഒരേ അന്ധകാരത്തിന്റെ ശൃംഖലയാൽ ബന്ധിതയായിരുന്നു.
കാറ്റിന്റെ ശീൽക്കാരമോ പന്തലിച്ച വൃക്ഷത്തിൽ പക്ഷികളുടെ കളകളാരവമോ പാഞ്ഞൊഴുകുന്ന ജലത്തിന്റെ താളമോ പാറകൾ പിളർക്കുന്ന പുരുഷ ശബ്ദമോ ചാടിയോടുന്ന മൃഗങ്ങളെ അദൃശ്യമായ ഓട്ടമോ ഹിംസ്ര മൃഗങ്ങളുടെ ഗർജനമോ പർവ്വത ഗുഹകളിൽ നിന്നുള്ള മാറ്റൊലിയോ എന്തും അവരെ ഭയം കൊണ്ട് സ്തംഭരാക്കി. ലോകം മുഴുവൻ ഉജ്ജ്വല തേജസ്സേറ്റ് നിർവിഘ്നം ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിന്റെ പ്രതീകമായ ആ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു. എന്നാൽ ആ അന്ധകാരത്തെക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിനെ അനുസ്മരിക്കുന്ന സുദിനമാണ്. നാം ഇന്നലെ അനുസ്മരിച്ച വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ മകനാണ് വിശുദ്ധ അഗസ്റ്റിൻ. 30 വർഷത്തിന് മേൽ തന്റെ മകനെ കുറിച്ചൊഴുകിയ കണ്ണുനീരിന്റെ ഫലമാണ് വിശുദ്ധ അഗസ്റ്റിന്റെ വളർച്ച. മനിക്കേയൻ പാഷണ്ഡതയിൽ അമർന്ന് അശുദ്ധ പാപങ്ങളിൽ മുഴുകി വിവാഹം കഴിക്കാതെ തന്നെ ഈശ്വരദത്തൻ എന്ന ഒരു കുട്ടിയുടെ പിതാവായി തീർന്ന അഗസ്റ്റിന്റെ മനസ്സിനെ അമ്മ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനകളും വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങളും പൗലോസിന്റെ ലേഖനങ്ങളും കൂട്ടി 33-ാം വയസ്സിൽ ക്രിസ്തുമതത്തിലേക്കും 36-ാം വയസ്സിൽ പൗരോഹിത്യത്തിലേക്കും 40-ാമത്തെ വയസ്സിൽ മെത്രാൻ സ്ഥാനത്തേക്കും ആനയിച്ച കഥ ആരുടെ ഹൃദയത്തെയാണ് തരളിതമാക്കാതിരിക്കുക? പാപിയായ ഈ ബുദ്ധിരാക്ഷസൻ ഒരു ഉദ്യാനത്തിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, എത്ര നാളാണ് കർത്താവേ, എത്ര നാളാണ് ഇങ്ങനെ കഴിയുക? നാളെ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആയിക്കൂടാ? അപ്പോൾ ഒരു ശിശുവിന്റെ സ്വരം കേട്ടു, എടുത്തു വായിക്കുക. അടുത്തിരുന്ന ശ്രീഹായുടെ ലേഖനം തുറന്ന് ആദ്യം കണ്ട വചനങ്ങൾ വായിച്ചു. അശ്ലീല ഭാഷണങ്ങളും മദ്യപാനവും ശയനമോഹവും വിഷയേച്ഛയും അസൂയയും വെടിഞ്ഞ് പകൽ സമയത്തെന്ന പോലെ വ്യാപരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ ധരിക്കുവിൻ. റോമ 13-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. 387 ഉയർപ്പ് തിരുനാൾ ദിവസം അഗസ്റ്റിനും മകൻ ഈശ്വരദത്തനും സ്നേഹിതൻ അലപ്പിയൂസും വിശുദ്ധ അംബ്രോസിന്റെ കരങ്ങളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 391 അഗസ്റ്റിൻ വൈദികനായി, 396 ഹിപ്പോയിലെ മെത്രാനായി. ആത്മകഥയ്ക്ക് പുറമെ സിറ്റി ഓഫ് ഗോഡ്, കൺഫഷൻസ്, പരിശുദ്ധ തൃത്വം മുതലായ വലുതും ചെറുതുമായ 103 പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനാൽ അഗസ്റ്റിൻ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രജ്ഞനും വേദപാരംഗതന്മാരുടെ വേദപാരംഗതനുമാണ്. മനിക്കേയിസം, ഡൊണാറ്റിസം, പെലാജിയനിസം എന്നീ പാഷണ്ഡതകളെ അദ്ദേഹം വിജയപൂർവം എതിർത്തു. ഗ്രന്ഥങ്ങളെക്കാൾ മെച്ചം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരനായ പൊസീഡിയൂസ് പ്രസ്താവിച്ചിരിക്കുന്നു. അതെ, അഗസ്റ്റിൻ വിശുദ്ധരിൽ വെച്ച് വിജ്ഞനും വിജ്ഞരിൽ വെച്ച് വിശുദ്ധനുമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്തീനോസ് സഭാപിതാവായ
വിശുദ്ധ അഗസ്തീനോസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ വചനവായനയിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഒരു നല്ല വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.